അഞ്ചാമത്തെ യൂണിറ്റ് ആയ ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് ആണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ്. ഇതിന്റെ ഒരുപാട് ഡീപ്പ് ആയിട്ടുള്ളൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. എന്താണ് ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ്, നമ്മൾ എന്താണ് ഇതിനെ നോക്കുന്നത്, അതിന്റെ കുറച്ച് കണ്ടീഷൻ മാത്രമേ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാരണം ഇത് കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, ലെങ്തി ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഈ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ലഗ്രാഞ്ചിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മുടെ ആദ്യകാലം മുതൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ശരിക്കും ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗലീലിയൻ മെക്കാനിക്സ് തൊട്ടാണ്. ഓക്കെ, ഗലീലിയോസിന്റെ ഗലീലിയുടെ കുറച്ച് ഫോർമുലേഷനും കുറച്ച് കൺസെപ്റ്റും ഒക്കെ ബേസ് ചെയ്ത് എന്താണ് വർക്ക് എന്നൊക്കെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് 12th 11th സെക്ഷനിൽ 11th ക്ലാസ്സിൽ ഫസ്റ്റ് സെക്ഷനിലൊക്കെ ഒരു ഇത് നോക്കുന്നുണ്ട്, എന്താണ് ഗലീലിയൻ വർക്ക് ഡൺ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അപ്പൊ അതൊരു ഗലീലിയൻ മെക്കാനിക്സ് ആണ്. ഓക്കെ, ഗലീലിയൻ ഫോർമുലേഷൻ എന്നൊക്കെ പറയാം. അപ്പൊ അത് ഒരു ടൈപ്പ് ഓഫ് ഫോർമുലേഷൻ, അല്ലെങ്കിൽ ഗലീലിയോ കൊണ്ടുവന്ന കുറച്ച് കൺസെപ്റ്റ്. അതിനുശേഷം കൊണ്ടുവന്ന കൺസെപ്റ്റ് ആണ് ശരിക്കും ന്യൂട്ടോണിയൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗലീലിയുടെ വർക്കിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാൻ എന്ത് ചെയ്തത്, ന്യൂട്ടന്റെ കൺസെപ്റ്റുകളും ന്യൂട്ടന്റെ ലോസ് ന്യൂട്ടൺ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ഫോർമേഷൻ ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഏതിലാണ്? ഈ ന്യൂട്ടന്റെ ലോസിന്റെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ മെക്കാനിക്സിന് ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പല ഫിനോമിനാസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴുള്ള സമയത്താണ് പിന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സ് രണ്ട് ബ്രാഞ്ചാണ്. ഓക്കെ, ഫിസിക്സ് രണ്ട് ബ്രാഞ്ചാണ്, ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ മെക്കാനിക്സും. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്കെല്ലാം നമ്മൾ മാക്രോസ്കോപ്പിക് ബോഡീസിന്റെ സ്റ്റഡീസ് ആണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായി ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ കൂടുതൽ നോക്കുന്നത് ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം, അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിന്റെ മോഷൻ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ മോഷന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, സെൻട്രൽ ഫോഴ്സ് ഒരു പ്രോബ്ലംസ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ക്ലാസിക്കൽ മെക്കാനിക്സ് ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂട്ടന്റെ ഫോർമുലേഷനും ഗലീലിയോയുടെ കൺസെപ്റ്റ് വെച്ചാണ് ആദ്യമായിട്ട് ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിനുശേഷം തന്നെ ഈ ഒരു ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്നത് വെക്ടർ മെക്കാനിക്സ് ബേസിസിലാണ് വരുന്നത്. ഓക്കെ, ന്യൂട്ടൺ ലോസ് എന്ന് പറയുന്നത് എല്ലാം വെക്ടറൈസ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്, വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, വെക്ടർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ് ശരിക്കും പറഞ്ഞാൽ വെക്ടർ മെക്കാനിക്സ് എന്ന് പറയാം. അപ്പോൾ വെക്ടർ മെക്കാനിക്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ വെക്ടർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വെച്ചാൽ വിസ്കസ് മൊമെന്റം, അല്ലെങ്കിൽ എന്താണ് അതിന് മാഗ്നിറ്റ്യൂഡും കാണും, ഡയറക്ഷനും ഉണ്ടാവും. ഓക്കെ, ന്യൂട്ടന്റെ കൺസെപ്റ്റിൽ എല്ലാത്തിലും ഒരു ഒബ്ജക്റ്റ് എന്താണ്, വെക്ടർ ആയിരിക്കും, അതുപോലെ തന്നെ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ ഇത്തരം പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് വിച്ച് ഡീൽസ് വിത്ത് മൊമെന്റം, ഫോഴ്സ്, ഇമ്പൾസ്, ടോർക്ക്, ഇതിനൊക്കെ എന്താ പറയാം, ഇറ്റ് ഈസ് കോൾഡ് ക്ലാസിക്കൽ മെക്കാനിക്സ്, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ഈ ഒരു ന്യൂട്ടോണിയൻ മെക്കാനിക്സ് മാത്രം കൊണ്ട് നമുക്ക് എല്ലാ ഒബ്ജക്റ്റിന്റെ സ്റ്റഡീസ് പറ്റില്ല, അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് കുറച്ചൊരു മോഡിഫിക്കേഷൻ വേണം എന്നൊരു കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്തു, ഫർദർ ഡെവലപ്മെന്റ് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ഫർദർ ഡെവലപ്മെന്റ് കൊണ്ടുവന്ന കുറച്ച് ഫോർമുലേഷൻസ് ആണ് ഈ ഓയിലേഴ്സ് ഫോർമുലേഷൻ ഉണ്ട്, ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻസ് ഉണ്ട്, ഹാമിൽട്ടോൺ ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ ഇതിനെല്ലാം എന്ത് ചെയ്തു, എല്ലാം വെക്ടറൈസ്ഡ് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉണ്ട്, പിന്നെ ഡയറക്ഷനോട്ട് പോകുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഇന്ന മാഗ്നിറ്റ്യൂഡിൽ ഇപ്പോൾ 3 ന്യൂട്ടൺ ഇൻ എ സ്ട്രേറ്റ് ഫോർവേഡ് ഡയറക്ഷൻ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ സ്ട്രേറ്റ് ഫോർവേഡ് ഡയറക്ഷൻ, അല്ലെങ്കിൽ എക്സ് ആക്സിന് അലോങ് ആയിട്ട് മൂവ് ചെയ്യുന്ന മോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെല്ലാം ഒരു വെക്ടർ ക്വാണ്ടിറ്റി, ഡയറക്ഷൻ കൂടി ഉൾപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്ടൺ കൊണ്ടുവന്നത്. പക്ഷെ ഈ ഒരു എന്താ പറയാ, നമുക്ക് വെക്ടറൈസേഷൻ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഇല്ലാതെ തന്നെ മാഗ്നിറ്റ്യൂഡ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെല്ലാം ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ്സ്, ഓക്കെ, ഇക്വേഷൻ ബേസ് ചെയ്ത് നമുക്ക് ഒരു ബോഡിയുടെ മോഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് ഈ ഒരു ലഗ്രാഞ്ചിയൻ മെക്കാനിക്സും ഹാമിൽട്ടോണിയൻ മെക്കാനിക്സും. അപ്പൊ നമ്മൾ ഇനി ഇതിൽ നോക്കാൻ പോകുന്ന ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് മെത്തേഡിൽ നിങ്ങൾ നോക്കാൻ പോകുന്ന ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സും ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സും ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ന്യൂട്ടോണിയൻ കൺസെപ്റ്റിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഡിഫറെന്റ് മെത്തേഡ് ആണ് ഈ ഒരു ലഗ്രാഞ്ചിയൻ അപ്രോച്ചിൽ വരുന്നത്. അപ്പൊ നമ്മളിവിടെ കൂടുതലും ഇക്വേഷൻ ബേസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ലോസ് ഡിറൈവ് ചെയ്ത്, ലോസ് എന്നല്ല കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇതിനകത്ത്. സിമ്പിൾ പെൻഡുലം പ്രോബ്ലം ഉണ്ട്, ആറ്റോമിക് മെഷീന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ എനർജി ബേസിൽ അല്ലെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ബേസിസിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ കാട്ടി ഒരുപാട് അഡ്വാൻറ്റേജസ് നമ്മുടെ ഈ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സിനൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം, എന്താണ് ലഗ്രാഞ്ചിയൻ മെത്തേഡും ന്യൂട്ടോണിയൻ മെക്കാനിക്സും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത്
ഒരു എന്തുകൊണ്ട് ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ് കൊണ്ടുവന്നു. അപ്പോൾ ലഗ്രാഞ്ചിയൻ കൊണ്ടുവന്ന മെക്കാനിക്സ് ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് എന്ന് പറയും. ഹാമിൽട്ടോണിയൻ എന്ന് വെച്ചാൽ വേറെ സയന്റിസ്റ്റ് ആണ്. ലഗ്രാഞ്ചിയൻ ഒരു സയന്റിസ്റ്റ് ആണ്, ഹാമിൽട്ടോണിയൻ വേറെ സയന്റിസ്റ്റ് ആണ്. അപ്പോൾ രണ്ടുപേരും അവരുടെ രീതിയിൽ എന്ത് ചെയ്തു, കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റഡീസ്, അനലിറ്റിക്കൽ സ്റ്റഡീസ് കൊണ്ടുവന്നു. അപ്പോൾ അതിൽ ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സ് അല്ലെങ്കിൽ ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻസ് എന്ന് പറയും. ഹാമിൽട്ടോണിയൻ കൊണ്ടുവന്ന കൺസെപ്റ്റിനെ ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ആ ഒരു പഠിച്ചവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മറ്റുള്ളവർ കൊണ്ടുവന്ന കുറച്ച് സ്റ്റഡീസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സിലും ഹാമിൽട്ടോണിയൻ മെക്കാനിക്സിലും എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ എല്ലാവരും അനലിറ്റിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പൊ അനലിറ്റിക്കൽ മെത്തേഡ് ആവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എന്ത് ചെയ്യേണ്ട, ഇതിന്റെ മോഷനെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു ഇതിനെ കുറിച്ച് നമ്മൾ അറിയില്ല. ജസ്റ്റ് ഇതിന്റെ എനർജി ഫംഗ്ഷനൊക്കെ അറിഞ്ഞാൽ മാത്രം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൈനറ്റിക് എനർജിനെ പൊട്ടൻഷ്യൽ എനർജിനെ സമ്മായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മോഷനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരു ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മൾ സിമ്പിൾ പെൻഡുലം നമ്മൾ അവിടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ബേസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയെന്ന് തോന്നുന്നു, ടോട്ടൽ നമ്മൾ കറക്റ്റ് പഠിക്കും. T is equal to ടൈം പീരീഡ് T is equal to 2 pi root L by G. ഓക്കെ, റൂട്ട് L by G. ഇത് നമ്മൾ അവിടെ ആ ഒരു ഇതിന്റെ ടെൻഷനും അതുപോലെ തന്നെ ഇതിന്റെ ആംഗിൾ ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതിന്റെ ആ ഒരു ടൈം പീരീഡ്. നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ടൈം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെയാണ് നോക്കാം. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ ലഗ്രാഞ്ച് ഡൈനാമിക്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് അത് കൊണ്ടുവരുന്നത്, നമുക്ക് കുറച്ചുകൂടി ഒരു ബ്രീഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും അവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ഇതൊരു അനലിറ്റിക്കൽ മെത്തേഡ് ആണ്. അപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ലഗ്രാഞ്ച് ഡൈനാമിക്സ് യൂസ് ചെയ്ത് നമുക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത്, നമ്മളവിടെ ഒരു ക്ലാസിക് മെക്കാനിക്സിന്റെ ബേസിസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് എടുത്തുകൊണ്ട് വന്നാലും എപ്പോഴും ഒരു ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും, ന്യൂട്ടോണിയൻ കൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ ന്യൂട്ടോണിയൻ കൺസെപ്റ്റ് അവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനും ഒരു ബേസ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ന്യൂട്ടോണിയൻ ബേസിക്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ലഗ്രാഞ്ചിയൻ ഫോർമുലേഷനും ഹാമിൽട്ടോണിയൻ ഫോർമുലേഷനും കൊണ്ടുവരുന്നത്. കാരണം ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കിടക്കുന്ന മൊത്തം ന്യൂട്ടോണിയൻ കൺസെപ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും നമ്മൾ ന്യൂട്ടോണിയൻ കൺസെപ്റ്റ് ഇവിടെ എടുക്കും, ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു കമ്പാരിസന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അവിടെ എടുക്കും. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ പറയുന്നത് എന്താണ്, അത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. ദാറ്റ് ഈസ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഒരു ബേസിക് ലോ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് കിട്ടും. പി എന്ന് പറയുന്ന മൊമെന്റം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ബി എന്ന് കിട്ടും. ഇതിന് എങ്ങനെ എടുക്കാം, എഫ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം ബി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ കാര്യമാണ്. ഓക്കെ, എം പുറത്തെടുക്കാൻ പറ്റും, ഡി വി ബൈ ഡി ടി എന്തായിരിക്കും, ഡി വി ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിപ്പോ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇങ്ങനെയായിരിക്കും എടുക്കുന്നത്. ഇതില് that is we are getting into m a plus b into dm by dt. Okay, m dm by dt ഇതെന്താണ്, m കോൺസ്റ്റന്റ് അല്ലേ, m എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ്, മാസ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും, ഇത് 0 ആവും, ബാക്കി എന്തിട്ട് f is equal to m എന്നായിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഈ ഒരു ന്യൂട്ടോണിയൻ കൺസെപ്റ്റില് f is equal to dp by dt ഇത് എപ്പോഴും വാലിഡിറ്റി ഉള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, f is equal to dp by dt എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും വാലിഡിറ്റി ഉള്ള ഒരു ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇതിന് എന്താണ്, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അവിടെ ഉണ്ടാവും. ഇനി ഇതില് ഒരു ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ഒന്നാമത്തെ ടേം ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, മറ്റൊരു ടേം ആണ് കൺസ്ട്രെയിന്റ്. പിന്നെ വരുന്ന ഈ കൺസ്ട്രെയിൻസിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, വാട്ട് ആർ കൺസ്ട്രെയിൻസ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ്. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പൊ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൺസ്ട്രെയിൻസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നോക്കാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമുക്ക് ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് എന്ത് ചെയ്യണം, ഒരുപാട് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ചേരുന്ന നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഇതിനകത്ത് കാണും. നമ്മൾ ചെറിയൊരു ഒബ്ജക്റ്റ്, ഒരു സോൾഡ് ഒബ്ജക്റ്റ് എടുത്ത് അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് അല്ല, ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതിനെ ഒരു സിസ്റ്റം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ S1 ആ ഒരു ആംഗുലർ മൊമെന്റ് ഒക്കെ പഠിച്ച ആ ഒരു ഇനിഷ്യ മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ച സമയത്ത് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാകും, സിസ്റ്റം ഓഫ് റൊട്ടേഷൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഒരു ആക്സിസ് ചുറ്റും എല്ലാ
പാർട്ടിക്കിൾസിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാർട്ടിക്കിൾസിന്റെ റൊട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യും, എടുത്തതിന് ശേഷം സം ചെയ്താണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിറ്റർമിൻസ്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, മെനി മാസ് പോയിന്റ്സ് അല്ലെങ്കിൽ ചെറിയ 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 മാസ് ചേർന്ന് ചെറിയ പോയിന്റ് മാസ് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഒരു വലിയ സിസ്റ്റമായിട്ട് മാറുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു മാസിനെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഓരോ മാസ് പോയിന്റും, ഈ ഒരു മാസ് പോയിന്റ് ഉണ്ട്, ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, ഇങ്ങനെ ഓരോ പോയിന്റ്സിനും ഇറ്റ്സെൽഫിന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോർമലി ഇതിന് നമ്മളോട് പറഞ്ഞ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ ഇത് എത്രത്തോളം ഡിഗ്രിയിൽ മൂവ് ചെയ്യാൻ പറ്റും അത് നോക്കിയാൽ മതി. നോർമൽ ടേംസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ ഉള്ളത്. ഓക്കെ, കാരണം ഒന്നുകിൽ എന്ത് ചെയ്യാം, അതിനെ y ആക്സിസിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ x ആക്സിസിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ z ആക്സിസിൽ മൂവ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യാം, ഇതിപ്പോ ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്, ഇത് x ആക്സിസിനുമായിട്ട് മൂവ് ചെയ്യുന്നു. ഇനി മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് y ആക്സിസിനുമായിട്ട് മൂവ് ചെയ്യുന്നു. ഇനി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നത് എന്താണ്, z ആക്സിസിനുമായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ നോർമലി അതിന് ഒരു സ്പേസിൽ ഇരിക്കുന്ന ഒരു ഫ്രീ ഒബ്ജക്റ്റിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് that is a object, a mass object, ഒരു പോയിന്റ് മാസ്, ഒരു സ്പേസിൽ ഇരിക്കുന്ന ഒരു പോയിന്റ് മാസിനെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പൊ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. അപ്പോൾ അവിടെ n പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ n പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവിടെ വേണം. ഓക്കെ, അതായത് ഒരു പാർട്ടിക്കിളിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അപ്പോൾ n പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും, 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. അപ്പൊ ഇത് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിന് എന്ത് ചെയ്യണം, ഓരോ പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഒന്നാമത്തെ പാർട്ടിക്കിൾ, രണ്ടാമത്തെ പാർട്ടിക്കിൾ, മൂന്നാമത്തെ പാർട്ടിക്കിൾ. അപ്പൊ ഈ സിസ്റ്റത്തിനകത്ത് വെച്ചുകൊണ്ട് തന്നെ ഇതിപ്പോ ഈ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, ഈ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് എൻറ്റയർലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യണം. അപ്പൊ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആക്സിസിൽ വെച്ച് നോക്കാം, മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾ എല്ലാം എന്ത് ചെയ്യണം, ആ ഒരു മോഷനിലാണ്. അപ്പൊ ഇതിപ്പോ y ആക്സിസിലാണ് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇത് x ആക്സിസിലാണ് മൂവ് ചെയ്യുന്നു, ഇത് z ആക്സിസിലാണ് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇതിപ്പോ ഇതിന്റെ വാല്യൂ അല്ല ഈ 2 എന്ന് പറയുന്നത്, കണ്ടോ, ചെറിയ വേരിയേഷൻ അല്ലേ. അപ്പൊ അതാണ് എന്താണ്, ഓരോ പാർട്ടിക്കിൾസിനും അതിന്റേതായ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവിടെ ഉണ്ട്. പക്ഷെ അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലെ മാത്രമേ 3 ആക്സിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ഫ്രീഡം, n into 3 നമ്പർ ഓഫ് ഫ്രീഡംസ് അവിടെ വേണം. അതാണ് ഇവിടുത്തെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിനെ ജനറലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ദാറ്റ് ഈസ് xi, yi, zi. ഓക്കെ, ഐയുടെ വാല്യൂസ് 1, 2, 3 എക്സെട്ര എന്ത് ചെയ്യാം, n വരെ അവിടെ വേരി ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ വരുമ്പോൾ x1, y1, z1. അടുത്ത രണ്ടാമത്തെ പാർട്ടിക്കിളിനാവുന്ന സമയത്ത് x2, y2, z2 ഇങ്ങനെ എനിക്ക് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ഫ്രീഡം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഫ്രീഡം. ഒരു ഫ്രീ പാർട്ടിക്കിൾസിന് ഒരു സ്പേസിൽ എത്രത്തോളം മൂവ് ചെയ്യാൻ പറ്റും, അതിന്റെ മെഷർമെന്റ് ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. കോമൺലി 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. അപ്പോൾ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവിടെ വേണം. ഓക്കെ, ഇതാണ് ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതില് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ പറഞ്ഞു 3 ആക്സിസിൽ മൂവ് ചെയ്യാം. പക്ഷെ എല്ലാ ഒബ്ജക്റ്റിനും എന്തില്ല, 3 ആക്സിസിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫ്രീ പാർട്ടിക്കിൾസിന്റെ കേസാണ്, സ്പേസിൽ വെറുതെ നിൽക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ കേസാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റിനും എന്തുണ്ട്, അതിന്റെ പാത്ത് എന്ത് ചെയ്യുവാണ്, അവിടെ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ ഒരു കോർഡിനേറ്റ് റെസ്ട്രിക്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 കോർഡിനേറ്റ് റെസ്ട്രിക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, 3 കോർഡിനേറ്റിൽ റെസ്ട്രിക്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ റെസ്ട്രിക്ഷൻ എന്ത് പറയുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ കൺസ്ട്രെയിൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ദ കൺസ്ട്രെയിൻസ് ആർ ദ റിസ്ട്രിക്ഷൻ ടു ദ path of an object. Okay, ഒരു path എന്നല്ല, motion of a system. Okay, the condition which restrict the motion of a system are called constraints. Okay, അപ്പോൾ ഒന്നാമത്തെ ടേം നമ്മൾ നോക്കി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്. അപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരു ഫ്രീ പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ 3n നമ്പർ ഓഫ് ഫ്രീഡം അവിടെ വരുമെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നോക്കുന്ന ടേം ആണ് കൺസ്ട്രെയിൻസ്. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമുക്ക് മൂവ് ചെയ്യണം. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിരോധം, ഓക്കെ, റെസിസ്റ്റൻസ് എന്ന മീനിങ് അല്ല, അത് എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യുന്നത്, ആ ഒരു ഫോഴ്സ്, ആ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ അത് ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും, കൺസ്ട്രെയിൻ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു സ്ട്രിങ്ങിന്റെ എൻഡിൽ ഞാനൊരു സിമ്പിൾ പെൻഡുലം ഇട്ടിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ പെൻഡുലം നമ്മൾ സ്ട്രിങ് ഇട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ പെൻഡുലം അല്ലെങ്കിൽ ഈ ഒരു മെറ്റാലിക് ബോബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് അതിന്റെ കൺസ്ട്രെയിൻ എന്ന് പറയാം. മനസ്സിലായോ? അത് കൺസ്ട്രെയിൻ എന്ന് പറയാൻ കാരണം അതായത് ഈ ലെങ്തിനപ്പുറം ഇതൊരു ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണ്, എലാസ്റ്റിക് സ്ട്രിങ് അല്ല, സ്ട്രെയിറ്റ് ആയി നിൽക്കുന്ന ഒരു സ്ട്രിങ് ആണ്. അപ്പൊ ഇതിൽ ഞാനൊരു 10 സെന്റിമീറ്റർ ആണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ 10 സെന്റിമീറ്ററിനപ്പുറം ഈ ഒരു ബോബിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 10 സെന്റിമീറ്റർ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കൺസ്ട്രെയിൻ ആണ്. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റം എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ച സിസ്റ്റം എന്ന് വെച്ചാൽ സിമ്പിൾ പെൻഡുലം ആണ്. സിമ്പിൾ പെൻഡുലം ഞാനൊരു റിജിഡ് സപ്പോർട്ട് വാളിൽ ഹാങ് ചെയ്ത് വിട്ടിട്ടുണ്ട്.
അപ്പോൾ എന്തിലൊരു മാസ് ഉണ്ട്, എം എന്നുള്ള മാസ്. പക്ഷേ എം എന്ന മാസിന് ഒരു പ്രോബ്ലം, ഇതിന്റെ ലെങ്ത് വൈസ് മാത്രമേ, ലെങ്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, അതിനൊരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ അതിന്റെ ഒരു ഫ്രീഡം 1 ഡിഗ്രിയിൽ എന്ത് ചെയ്തതാണ്, നിർത്തിയിരിക്കുകയാണ്. അല്ലെ സോറി, 1 ഡിഗ്രി 2 ഡിഗ്രിയിൽ. ഓക്കെ, അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഡിഗ്രീസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഓസിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ദ, പല സിസ്റ്റം എടുത്താലും ഇപ്പൊ നമ്മൾ ഓരോ സിസ്റ്റം ഇങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സിസ്റ്റത്തിനും അതിൻ്റെതായ രീതിയിൽ എന്തുണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പൊ അവര് ഫ്രീലി എന്ത് ചെയ്യുന്നില്ല, മൂവ് ഒരിക്കലും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു സ്ട്രിങ് എടുത്തതിന് ശേഷം അതിലൊരു മാലക്കല്ല ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു ബീഡ്, ഒരു മാലക്കല്ല. അപ്പൊ ഈ ഒരു മാലക്കല്ലെ സംബന്ധിച്ചെടുത്തിട്ട് ഇതിനെന്താണ്, ഈ ഒരു ബീഡിന് ശരിക്കും ഈ ഒരു ലെങ്ത് വൈസ് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മളിപ്പോ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്ത് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കൊണ്ടുവച്ചു. ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതിന് എക്സ് ആക്സിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു മാലക്കല്ലെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഒരു ബീഡ് എങ്കിൽ ഇതിനെ ഈ ഒരു ഇതിൽ കൂടി കണ്ടോ, ഇങ്ങനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ ഇത് കോരിത്തിട്ടിക്കുകയാണ്. അപ്പൊ ഇതിന് ഇങ്ങനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ സംബന്ധിച്ച് അതിന്റെ ആ ഒരു സ്ട്രിംഗ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു കൺസ്ട്രെയിൻ ആണ്. കണ്ടോ, കൺസ്ട്രെയിൻ നമുക്ക് ഒരു ഇതിൽ മാത്രമേ, ബാക്കി മുകളിലോട്ട് y ആക്സിസിലോട്ടോ അല്ലെങ്കിൽ z ആക്സിസിലോട്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മുത്തിന് നീങ്ങാൻ പറ്റില്ല. അപ്പൊ അതെന്താണ്, അതിന്റെ ഒരു കൺസ്ട്രെയിൻ ആണ്. അപ്പൊ ഇങ്ങനെ പല കൺസ്ട്രെയിൻസ് വരാം. ഓക്കെ, കൺസ്ട്രെയിൻസ് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിസ്റ്റത്തെ അഫക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രെയിൻസിനെ എല്ലാം മാറ്റിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സിസ്റ്റത്തിനെ എടുക്കും, സിസ്റ്റം സ്റ്റഡി ചെയ്തിട്ട് അത് എന്തൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന് നോക്കും. ഈ കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലഗ്രാഞ്ചിയൻ മെക്കാനിക്സിൽ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ന്യൂട്ടൺ മെക്കാനിക്സ് എടുക്കുമ്പോൾ കൺസ്ട്രെയിൻസ് നോക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബസ് പോകുന്നു, അപ്പോൾ ബസ് പോകുന്നതനുസരിച്ച് ബസ്സിന്റെ സംബന്ധിച്ച് ബസ്സിന് എന്തില്ല, ഈ ഒരു y ആക്സിസിൽ മോഷൻ ഇല്ല. ഓക്കെ, ബസ്സും ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലെ റോഡ് എന്ന് പറയുന്ന ഒരു ബസ്സിനെ സംബന്ധിച്ച് കൺസ്ട്രെയിൻ ആണ്. ഇപ്പോൾ ട്രെയിൻ പോവാണ്, ട്രെയിനിനെ സംബന്ധിച്ച് അതിന്റെ ആ ഒരു റെയിൽവേ പാളം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ കൺസ്ട്രെയിൻ ആണ്. കാരണം ആ ട്രെയിനിന് ആ ഒരു റെയിൽവേ പാളത്തിൽ കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ബാക്കി y ആക്സിസിലോട്ടോ z ആക്സിസിലോട്ടോ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ അതിന്റെ കൺസ്ട്രെയിൻസ് ആണ്. അത് മോഷനെ കൺസ്ട്രെയിൻ റെസ്ട്രിക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ബാക്കി ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലോട്ടുള്ള മോഷനെ റെസ്ട്രിക്ട് ചെയ്യുന്നതിന് എന്ത് പറയുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻസിന് എക്സാമ്പിൾസ് എഴുതാൻ ചോദിക്കും. ഓക്കെ, വാട്ട് ആർ കൺസ്ട്രെയിൻസ് എന്ന് ചോദിക്കും. കൺസ്ട്രെയിൻസിനെ ഗീവ് അല്ലെങ്കിൽ എക്സ്പ്രസ് വിത്ത് എക്സാമ്പിൾസ്, അല്ലെങ്കിൽ deduce with examples എന്നോ prove with examples എന്നൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. വാട്ട് ആർ കൺസ്ട്രെയിൻസ്, ഗീവ് സം എക്സാമ്പിൾസ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻസ് എന്ന് ചോദിക്കുന്ന സമയത്ത് in the many cases the motion of a system is not free but it is restricted. Okay, പല മോഷൻസിലും സിസ്റ്റത്തിന്റെ മോഷൻ എങ്ങനെയല്ല, ഫ്രീ അല്ല, അതെന്ത് ചെയ്യുന്നു, പല ഡയറക്ഷനിലായിട്ട് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഈ ഒരു റെസ്ട്രിക്റ്റഡ് കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത്, ഇറ്റ് ഈസ് കോൾഡ് കൺസ്ട്രെയിൻ. അതിനൊരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് എഴുതാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ ഈ ട്രെയിനിന്റെ മോഷൻ. അതിന് മോഷനിൽ എന്താണ്, ആ റെയിൽവേ പാളം എന്ന് പറയുന്നത്, അതെന്താണ്, അതിന്റെ ഒരു കൺസ്ട്രെയിൻ ആണ്. മറ്റൊരു ബെറ്റർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കണ്ടെയ്നറിനകത്ത് കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നറിനകത്ത് ഞാൻ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് നിറച്ചിരിക്കുകയാണ്. ഗ്യാസ് ഞാൻ റാൻഡം ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാസ് മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെയ്നറിന്റെ വാൾ എന്താണ്, അതിന്റെ ഒരു കൺസ്ട്രെയിൻ ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കുവാണ്, അത് എക്സാമിൽ എഴുതാനല്ല, ഒരു കമ്പാരിസൺ പറഞ്ഞാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കുവാണ്, ശരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്ലാസ് റൂമിന്റെ വാൾസ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വാൾ ഫേസ് പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അതൊരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ക്വയർ ബോക്സിനകത്ത് ശരിക്കും ട്രാപ്പ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് ഗ്യാസ് മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വാൾസ് എന്താണ്, വാൾസ് ഓഫ് ദ വെസൽസ് എന്ന് പറയുന്നത് അതിന്റെ കൺസ്ട്രെയിൻ. അപ്പോൾ അതിനകത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ്മെന്റ് വരുള്ളൂ. അപ്പോൾ നമ്മളിപ്പോ ആ ഒരു ഗ്യാസ് മോളിക്യൂൾസിനെ വെച്ച് സ്റ്റഡി ചെയ്യുന്നു, ശരിക്കും എന്ത് ചെയ്താൽ മതി, അതിനകത്തുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം പുറത്തോട്ട് അതിന് മോഷൻ ഇല്ല നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കൺസ്ട്രെയിൻ ഉപയോഗം. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ട്രെയിനിന്റെ എക്സാമ്പിൾ, സിമ്പിൾ പെന്നിന്റെ എക്സാമ്പിളോ ഈ ഗ്യാസിന്റെ എക്സാമ്പിളോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് എക്സാമിനേഷന് എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത് നോക്കേണ്ടത്, ഈ കൺസ്ട്രെയിൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, that is the constraints are broadly classified into two constraints. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, ഇറ്റ് ഈസ് കോൾഡ് ഹോളോനോമിക് കൺസ്ട്രെയിൻ. ഓക്കെ, ഹോളോനോമിക് constraints. Second classification ആണ്, it is called non holonomic constraints എന്ന് പറയും. Okay, non holonomic constraints. ഇത് രണ്ട് ക്ലാസിഫിക്കേഷനും എക്സാമിനേഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ നമുക്ക് എന്താണ് ഹോളോണോമിക് കൺസ്ട്രെയിൻസ്, എന്താണ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് നോക്കാം. The constraints which are expressed as equation. Okay, ഇപ്പൊ നമ്മളൊരു കോർഡിനേറ്റും ഒരു കോർഡിനേറ്റ് സിസ്റ്റവും ടൈമും തമ്മിൽ കണക്ട് ചെയ്ത് ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇക്വേഷൻ മീൻസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അതിനാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. ഇതെന്താണ്? ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് നമുക്ക് എന്തായാലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, വിച്ച് ക്യാൻ ബി എക്സ്പ്രസ് ആസ് ദ റിലേഷൻ വിച്ച് കണക്ട് ദ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് ടൈം. ഓക്കെ, ടൈമും കോർഡിനേറ്റ് സിസ്റ്റവും കണക്ട് ചെയ്യുന്ന ബേസിസിൽ, ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റവും ടൈമും ബേസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്തരം മോഷൻസ് നമുക്ക് എന്താ പറയാം, വിച്ച് ആർ കോൾഡ് ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയാം. അപ്പോൾ ഇതിനൊരു ഫോം ഉണ്ട്, എഫ് ഓഫ് R1 R2 R3 etc. Rn comma t which is equal to 0. ഈ R1 R2 R3 എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് എന്താണ്, അത് അവിടുത്തെ കോർഡിനേറ്റുകളാണ്. ഓക്കെ, R1 etc. Rn വരെയുള്ള കോർഡിനേറ്റ് ആണ്. കോമ t എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഇവിടുത്തെ ഒരു ഫോഴ്സ് അറിയാം, എഫ് എന്ന് പറയുന്നത് എന്താണ്, എഫ് എന്ന് വെച്ചാൽ ഫോഴ്സ് എന്നല്ല, എഫ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. നിങ്ങൾ സാധാരണ മാത്സിൽ എഫ് ഓഫ് എക്സ് ഒക്കെ പഠിക്കില്ലേ, എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഇങ്ങനെ പഠിക്കില്ല, അതെന്താണ്, ഫംഗ്ഷൻ ഓഫ്, അതാണ് മീനിങ്. അപ്പോൾ നമ്മൾ ഈ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് ആൻഡ് ടൈം. ഓക്കെ, കോർഡിനേറ്റിന്റെയും ടൈമിന്റെയും ഫംഗ്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി, ഈക്വൽ ടു 0 എക്സ്പ്രസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്തരം കൺസ്ട്രെയിൻസിന് പറയുന്നതാണ് ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹോളോണോമിക് കൺസ്ട്രെയിൻസിന് ഒരു എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ നോക്കുന്നതിൽ ഒരു റിജിഡ് ബോഡി, in a rigid body the distance between any two particles of the body remain constant during motion. This is expressed as Ri minus Rj the whole square which is equal to C dot j. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ബോഡി നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു R1 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഇരിപ്പുണ്ട്. R1 വെച്ചാൽ പൊസിഷൻ കോർഡിനേറ്റ് ആണ് R1 എന്ന് പറയുന്നത്. അടുത്ത R2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ Ri എന്ന് Rj എന്ന് കൊടുക്കാം. ഓക്കെ, രണ്ട് പൊസിഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നീക്കുവാണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, കണ്ടോ, രണ്ട് സിസ്റ്റം എന്ത് ചെയ്യുന്നു, അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. Ri മൂവ് ചെയ്യുന്നുണ്ട്, Rj എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇതിന്റെ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ Riയും Rjയും തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അതിനാണ് ഞാൻ Cij എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ ഇതിനെ എവിടെയെങ്കിലും മൂവ് ചെയ്തെങ്കിൽ മാറുന്നുണ്ടോ? Riയും Rjയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്താലും മാറുന്നില്ല. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടേംസിൽ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിതിന്റെ ഇപ്പോൾ എന്താണ് എടുത്തത്, Ri മൈനസ് Rj the whole square which is equal to Cij. Cij എന്ന് പറയുന്നത് Riയും Rjയും ഡിഫറൻസ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ടേംസിൽ അല്ലെങ്കിൽ ഈക്വൽ ടു അല്ലെങ്കിൽ ഇക്വേഷൻ ബേസ് ചെയ്ത് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് എന്ത് പറയാം, നമുക്ക് അതിനെ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, the constraints which can be expressed in the form of f of equal to R1 R2 etc. Rn comma t which is equal to 0, it is called a holonomic constraints. Okay, ഇനി വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ ഒരു സർക്കുലർ പാത്തിൽ, ഒരു സർക്കിളിന്റെ റേഡിയസിൽ കൂടി, ഓക്കെ, ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ സർഫസിൽ കൂടി മൂവ് ചെയ്യാണ്, മറ്റേ റേഡിയസ് ഓക്കെ. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും, റേഡിയസ് ആൾ കൂടി മൂവ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതും എന്താണ്, ഇതൊരു ഹോളോണോമിക് ഇക്വേഷൻ ആണ്. കാരണം എന്ത് ചെയ്തു, നമുക്ക് ഈക്വൽ ടു ഇട്ട് എഴുതാൻ പറ്റി. ഓക്കെ, ഈക്വൽ ടു ബേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാം ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ പൊസിഷൻ കോർഡിനേറ്റഡ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം, ഈക്വൽ ടു സൈൻ ഉണ്ടായിരിക്കണം. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. ഓക്കെ, നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഈ ഒരു നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഇതിൽ എന്ത് ചെയ്യുന്നില്ല, ഇത് നമുക്ക് അവിടെ ഇക്വേഷൻ ബേസ് ചെയ്ത് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇക്വേഷൻ ബേസ്ഡ് ആയിരിക്കില്ല, ഇൻഇക്വാലിറ്റി ബേസ്ഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ജനറൽ എക്സ്പ്രഷൻ പറഞ്ഞാൽ എഫ് ഓഫ് R1 R2 etc. Rn t which is greater than or equal to, okay, greater than or less than or equal to 0 ആയിരിക്കും. അതായത് നോൺ ഹോളോമിക് കൺസ്ട്രെയിൻസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെ ഈക്വൽ ടു ബേസ് ചെയ്ത്, ഓക്കെ, ഈക്വൽ ടു 0 എന്നോ ഈക്വൽ ടു നമ്പർ എന്നോ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് എന്തായിരിക്കണം, ഒന്നിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമുക്കൊരു സ്ഥിരമായിട്ടൊരു വാല്യൂ എന്ത് ചെയ്യുന്നില്ല അവിടെ കിട്ടുന്നില്ല, ഒന്നുകിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ കൂടുതലും ഈക്വൽ ടു ആയിരിക്കാം. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷൻ എഴുതുന്നതിന് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞുതരാം. The coordinate in this case are restricted by inequalities. Okay, inequality base ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ് കമ്പാരിസൺ പറഞ്ഞത്, അതിന്റെ എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഒരു റേഡിയസ് ആറിൽ കൂടി മൂവ് ചെയ്യുന്ന ഈ ഒരു ഒബ്ജക്റ്റിന്റെ പാത്ത് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഇതിന്
എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ R എന്ന് പറഞ്ഞ റേഡിയസ് ഒരിക്കലും മാറില്ല. ഇതിപ്പോൾ കറക്റ്റ് ഒരു പെർഫെക്റ്റ് സർക്കിൾ ആണെങ്കിൽ, ഇപ്പൊ വരച്ചൊരു ഇതുണ്ട്, പെർഫെക്റ്റ് സർക്കിൾ ആക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഇത് എന്ത് ചെയ്യും, ഈ ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ R എന്ന് പറയുന്ന പാത്ത് അവിടെ മാറുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ ഏതൊരു പൊസിഷൻ നോക്കിയാലും, ഇപ്പൊ നമ്മൾ ഇതിന് കോർഡിനേറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, കോർഡിനേറ്റ്സ് നോക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ഇവിടെ എക്സ് വാല്യൂ ഉണ്ടായിരുന്നു, അതേ ടൈമിൽ ഒരു y വാല്യൂ ഉണ്ട്. ഓക്കെ, അടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തി. അപ്പൊ ആ സമയത്ത് ഒരു എക്സ് വാല്യൂ ഉണ്ട്, ഈ സമയത്ത് എന്ത് ചെയ്യും, y വാല്യൂ. അപ്പൊ എപ്പോഴും നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുത്താലും അത് എനിക്ക് എന്ത് തന്നെ കിട്ടും, ആർ സ്ക്വയർ തന്നെ കിട്ടും. അപ്പൊ അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ ഒരിക്കലും മാറുന്നില്ല. അപ്പൊ എക്സ് കൂടുന്ന സമയത്ത് y കുറയാം, y കൂടുന്ന സമയത്ത് എക്സ് കുറയാം. അപ്പൊ അത് അങ്ങോട്ട് ഇങ്ങനെ മാറിക്കൊണ്ട് എന്ത് ചെയ്യും, എപ്പോഴും റേഡിയസ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ ഈ നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ, ഈ ഒരു കൺസ്ട്രെയിൻസിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിൽ, ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു കണ്ടെയ്നർ എടുത്തു, ഈ കണ്ടെയ്നറിനകത്താണ് എന്ത് ചെയ്തത്, ഒരു കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ ഈ കണ്ടെയ്നറിന്റെ റേഡിയസ് ആണെന്ന് എടുത്താലും, ഈ ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും എന്ത് ചെയ്യുന്നില്ല, കണ്ടെയ്നർ ഈ സൈഡിൽ തന്നെ നിൽക്കണമെന്നില്ല. ഓക്കെ, കണ്ടെയ്നറിനകത്ത് റാൻഡം ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇതാണ് ഗ്യാസ് മോളിക്യൂൾസ് എങ്കിൽ കണ്ടെയ്നറിനകത്ത് ഇങ്ങനെ റാൻഡം ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ ഒരു ഗ്യാസ് മോളിക്യൂൾ എപ്പോഴും കണ്ടെയ്നറിന്റെ ചുറ്റും വരുന്നുണ്ട്, അങ്ങനെ സൈഡിലുണ്ട്, റേഡിയസ് ആറിലാണ് ഇരിക്കുന്നത്, നമുക്ക് ഒരിക്കലും മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ പൊസിഷൻ നമുക്ക് എങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുന്നത്, ദാറ്റ് ഈസ് x1² പ്ലസ്, ഓക്കെ, ഇതിനകത്ത് നമ്മൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കുവാണ്. ഓക്കെ, ഇങ്ങനെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നു, എക്സ്, വൈ, ഇസഡ്. xi² പ്ലസ് y² പ്ലസ് z² ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആയിരിക്കും. ഓക്കെ, അത് എന്തായിരിക്കും, ഇവിടുത്തെ വാല്യൂ, സോറി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ആയിരിക്കും. അതെന്താണ്, ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, റേഡിയസ് r ഒരിക്കലും കഴിഞ്ഞു പോകത്തില്ല. മനസ്സിലായോ, ഈ റേഡിയസ് r കഴിഞ്ഞ് ഒരിക്കലും ഈ പാർട്ടിക്കിൾ പുറത്തു പോകില്ല, കാരണം കണ്ടെയ്നർ അടച്ചു വെച്ചിട്ടുണ്ട്, ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് എക്സ്കേപ്പ് ചെയ്ത് പോകില്ല. അപ്പോൾ റേഡിയസിനെ കാട്ടി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു പ്രോബിലിറ്റി ആണ് പറയുന്നത്. അപ്പോൾ റേഡിയസിനെ കാട്ടി കുറവായിരിക്കും, റേഡിയസ് കഴിഞ്ഞു പോകും. പക്ഷെ നമുക്ക് ഇത്ര സെന്റിമീറ്റർ ആണ്, ഫോർ എക്സാമ്പിൾ റേഡിയസ് ഇപ്പോൾ 10 ആണെങ്കിൽ 10 സെന്റിമീറ്റർ തന്നെ ഒരു പാർട്ടിൽ ഇരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ 2 സെന്റിമീറ്റർ തന്നെ ഇരിക്കുന്നില്ല. അത് ഒന്നുകിൽ ഇപ്പോൾ 2 സെന്റിമീറ്റർ ആയിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ അത് 3 സെന്റിമീറ്റർ റേഡിയസിൽ പോകും, കുറച്ച് കഴിയുമ്പോൾ അത് 5 സെന്റിമീറ്ററോട്ട് പോകും. ഒരിക്കലും 10 സെന്റിമീറ്റർ കഴിയത്തില്ല, പക്ഷെ എന്തായിരിക്കും, അതിന് തൊട്ട് താഴെയുള്ള വാല്യൂസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അതവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം മോഷൻസിനെ അല്ലെങ്കിൽ ഇത്തരം കൺസ്ട്രെയിൻസ് നമ്മൾ എന്ത് പറയുന്നത്, അത് നമ്മൾ നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയും. അപ്പോൾ ഹോളോനോമിക് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ബേസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിനൊരു മാറ്റമില്ല, എപ്പോഴും സെയിം തന്നെയായിരിക്കും. പക്ഷെ ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, വിച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷെ അതൊരു ഇൻഇക്വാലിറ്റി ബേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് സാധാരണ നമ്മൾ ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ബേസിലേക്കായിരിക്കും കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പൊസിഷൻ ടൈം പോലെ പറഞ്ഞു, ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമ്മൾ സാധാരണ ഇതിന്റെ ഫംഗ്ഷൻ ഓഫ് വെലോസിറ്റി, ഓക്കെ, പൊസിഷൻ ഉണ്ട്, x1 x2 പൊസിഷൻ ഉണ്ട്, എക്സെട്ര. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെലോസിറ്റി ടേം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലായല്ലോ, പൊസിഷൻ എന്ന് വെച്ചാൽ x ആണെങ്കിൽ വെലോസിറ്റി x ഡോട്ട് ആയിരിക്കും, ആക്സിലറേഷൻ എന്തായിരിക്കും, x ഡബിൾ ഡോട്ട് ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടി, x1 ഉണ്ട്, അതായത് പൊസിഷൻ ആണ്, x1 x2 എക്സെട്ര, xn ഒരു പൊസിഷൻ ഉണ്ട്, അടുത്ത xi x1 x2 ഡോട്ട് വരുന്നത് എന്താണ്, അവരുടെ വെലോസിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസും ഹോളോനോമിക് കൺസ്ട്രെയിൻസും രണ്ട് കാര്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആവുന്ന സമയത്ത് അവിടെ നമുക്ക് ഈക്വൽ ടു ബേസ് ചെയ്ത്, അല്ലെങ്കിൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിന് വേരിയേഷൻസ് വരുന്നില്ല. നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആവുന്ന സമയത്ത് നമുക്കൊരു ഇൻഇക്വാലിറ്റി ബേസിൽ മാത്രമേ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന്റെ ഒരു എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അടുത്ത റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകിൽ 6 എത്താം, അല്ലെങ്കിൽ ആനെക്കാട്ടും കുറഞ്ഞിരിക്കും. അപ്പോൾ എത്രയാണ് നമുക്ക് തന്നെ അറിയത്തില്ല. ഓക്കെ, അതൊരു ഇൻഇക്വാലിറ്റി ആണ്. ഇനി ടൈമിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടൈമിന്റെ ബേസിസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കൺസ്ട്രെയിൻസിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ടൈം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ടൈമിന്റെ ബേസിസിലും ഈ കൺസ്ട്രെയിൻസ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബേസിസ് ക്ലാസിഫിക്കേഷൻ ആണ്, ഒന്ന് സ്ക്ലിറോനോമസ് കൺസ്ട്രെയിൻസും മറ്റൊന്ന് റിനോമസ് കൺസ്ട്രെയിൻസ് എന്ന് പറയും. ഓക്കെ, SCLERO NO സ്ക്ലിറോനോമസ് കൺസ്ട്രെയിൻസ് എന്നും മറ്റൊന്ന് റിനോനോമസ് കൺസ്ട്രെയിൻസ്. ഓക്കെ, രണ്ട് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈം, ടൈമിന്റെ ടൈം ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഈ സ്ക്ലിറോനോമസ് കൺസ്ട്രെയിൻസ് വെച്ചാൽ ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ആണ് എന്ത് പറയുന്നത്, ടൈം ഇൻഡിപെൻഡന്റ് കൺസ്ട്രെയിൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് സ്ക്ലിറോനോമസ് കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ
റിനോമസ് കൺസ്ട്രെയിൻസ് എന്തായിരിക്കും? റിനോമസ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് വിച്ച് കണ്ടെയ്ൻസ് ടൈം എക്സ്പ്ലിസിറ്റ്ലി. ഓക്കെ, ടൈം ഇൻക്ലൂഡ് ചെയ്യുന്ന കൺസ്ട്രെയിൻസിനെ റിനോമസ് കൺസ്ട്രെയിൻസ് എന്ന് പറയും. ടൈം ഇൻക്ലൂഡ് ചെയ്യാത്തതിന്, ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആയിട്ടുള്ളതിന് എന്ത് പറയാറുണ്ട്? ഇറ്റ് ഈസ് കോൾഡ് സ്ക്ലെറോനോമസ് കൺസ്ട്രെയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ എഴുതുവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലം, ഒരു ഇൻഎക്സ്റ്റൻഡ് സ്ട്രിങ്ങില് ലെങ്ത് L0 ഉള്ള ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ എടുക്കുന്നു. അപ്പൊ അത് നമ്മൾ സ്ക്ലെറോനോമസ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ x² + y² = L0 എന്ന് കിട്ടും. അതായത് എന്ത് ചെയ്തു? നമ്മളോട് ടൈം അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിപ്പോ ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം ബേസ് ചെയ്യാതെ, ടൈം 0 ആയിക്കോട്ടെ, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സമയത്തുള്ള ടൈം അനുസരിച്ച് ലെങ്ത് മാറുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിംഗ് എന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ പെൻഡുലം വിത്ത് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിംഗ്, നമ്മളൊരു റിജിഡ് ആയിട്ടുള്ള സ്ട്രിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് എക്സ്റ്റെൻസിബിൾ അല്ല. അപ്പൊ ടൈമിനനുസരിച്ച് ലെങ്ത് എന്ത് ചെയ്യുന്നില്ല, വേരി ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് L0 എന്ന് കൊടുത്തത്. L എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സാധാരണ സിമ്പിൾ പെൻഡുലത്തിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഇൻഎക്സ്റ്റബിൾ സ്ട്രിംഗ് ആണ്. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് സ്ക്ലെറോനോമസ് മെത്തേഡ് ആണ്. അതുകൊണ്ടാണ് ഇൻഎക്സ്റ്റബിൾ സ്ട്രിംഗ് അവിടെ യൂസ് ചെയ്യുന്നത്. എപ്പോഴും എന്തായിരിക്കും, ലെങ്ത് L0 അല്ലേ, നമ്മൾ ഫിക്സ് ചെയ്യുന്നതല്ലേ, ടൈമിനനുസരിച്ച് ലെങ്ത് മാറില്ല. ഓക്കെ, അപ്പൊ അതിന് എന്ത് പറയാം, അത്തരം ഇക്വേഷൻസിനെയാണ് സ്ക്ലെറോനോമസ് ഇക്വേഷൻസ്, സ്ക്ലെറോനോമസ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് റിനോമസ് കൺസ്ട്രെയിന്റ്. അപ്പോൾ റിനോമസ് കൺസ്ട്രെയിൻസിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന സ്ട്രിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമ്പിൾ പെൻഡുലം എക്സ്പ്ലെയിൻ നമ്മളവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്റ്റെൻസിബിൾ സ്ട്രിംഗ് ആണ്. അപ്പോൾ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും, L മാറും. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ടൈമിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, x² + y² = LT എന്ന് കിട്ടും. എന്താണ് മീൻ ചെയ്യുന്നത്? വേർ LT is the length with respect to length of the string എന്ത് ചെയ്യുന്നു, അവിടെ ടൈമിനനുസരിച്ച്, ടൈം Tക്ക് അനുസരിച്ച് എന്ത് ചെയ്യുവാണ്, അവിടെ വേരി ചെയ്യുവാണ്. അപ്പോൾ ഇത്തരം ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് റിനോമസ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻസ് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്ക്ലെറോനോമസും മറ്റൊന്ന് റിനോമസും ബേസ്ഡ് ഓൺ ദ ടൈം. ഓക്കെ, അപ്പോൾ അത് ചോദിക്കുന്നതനുസരിച്ച് എഴുതുക കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്ട്രെയിൻസ് ചോദിക്കുന്നതനുസരിച്ച് ഇത് രണ്ടും എന്ത് ചെയ്യുക, അവിടെ എഴുതുക. അപ്പോൾ ഇത്രയാണ് കൺസ്ട്രെയിൻസിന്റെ ബേസിസിൽ നമുക്കുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്ന് വെച്ച ടേം നമ്മൾ പല സമയത്തും എന്ത് ചെയ്യും, ഇനി യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഓരോ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ പെൻഡുലവും പല ഡെറിവേഷൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഓരോ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കൺസ്ട്രെയിൻസിന്റെ ടേം അവിടെ എന്ത് ചെയ്യും, പലപ്പോഴും യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്നൊരു കൺസെപ്റ്റ് കൂടി നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാൻ പോകുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമുക്കൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഒബ്സർവേഷൻ ഇരിക്കുന്നതിന് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് എടുക്കാറുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ 3 കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കൺസ്ട്രെയിൻസ് ഒക്കെ മാറ്റിയിട്ടില്ലേ, കൺസ്ട്രെയിൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നതിന് എന്ത് പറയുന്നത്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, പക്ഷേ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ റെസ്ട്രിക്ഷൻസ് വരാം. ഓക്കെ, ഇപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഒരുപാട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിലും അതിൽ റെസ്ട്രിക്ഷൻസ് വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് മോളിക്യൂൾസിന്റെ കേസ്. അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾസിന്റെ കേസിൽ ശരിക്കും അതിന്റെ ആ ഒരു കണ്ടെയ്നറിന്റെ റേഡിയസ് എന്താണ്, അതിന്റെ ഒരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ കണ്ടെയ്നർ റേഡിയസ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റഡീസിന് എടുത്താൽ മതി. ആ റേഡിയസ് നമ്മളോട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു സർക്കുലർ മോഷനിൽ എക്സിക്യൂട്ട് ചെയ്ത ബോഡി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ആ റേഡിയസ്, അതിന്റെ കൺസ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്തിട്ട് എത്ര കോർഡിനേറ്റ്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, കൺസ്ട്രെയിൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല, കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്തിട്ട് ബാക്കി എത്ര കോർഡിനേറ്റ് വരുന്നു, അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നു. ഫോർ എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾ ഫ്രീ ഫ്രം കൺസ്ട്രെയിൻ വി ഹാവ് 3n ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നോർമലി കൺസ്ട്രെയിൻസ് ഇല്ലാതെ 3n ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, ടോട്ടലി 3 കോർഡിനേറ്റ് ഉണ്ട്. 3 × n ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, നമുക്ക് അവിടെ എത്ര കോർഡിനേറ്റ് ഉണ്ടെന്ന് കിട്ടും. ആ ഒരു സിസ്റ്റത്തിൽ k കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിട്ട് അവിടെ k കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടലി അതിന്റെ ഫ്രീഡം എന്ന് പറയുന്ന എന്തിലോട്ട് ചുരുങ്ങും, 3n - k ലോട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പോൾ 3 എന്ന് പറയുന്ന അവിടെ ഒരു കൺസ്ട്രെയിൻസ് കോർഡിനേറ്റ് ഉണ്ട്, അത്രയും ഫ്രീഡംസ് നമുക്കുണ്ട്. പക്ഷെ അതിൽ k ടൈംസ് k എന്ന് എന്ത് ചെയ്യുന്നു, അതിനെ റെസ്ട്രിക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ എനിക്ക് 10 ഡിഗ്രി ഫ്രീഡം ഉണ്ട്. ഓക്കെ, എനിക്ക് 10 ഡിഗ്രീസിലോട്ട് പോവാം. 10 എമൗണ്ട് എൻ്റെ ഫ്രീഡം എൻ്റെ ഇപ്പോൾ, പക്ഷേ എനിക്ക് അവിടെ 2 എന്ത് ചെയ്യുന്നു, എന്നാണ് കൺസ്ട്രെയിൻസ് വെച്ച് പിടിച്ചു വെച്ചിരിക്കണം. ഓക്കെ, 2 ഡിഗ്രീസിൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ 10 ഡിഗ്രീസിലോട്ട് എനിക്കിങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എവിടെ വേണം മൂവ് ചെയ്യാം.
പക്ഷേ ഇതിൽ 2 ഡിഗ്രീസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഞാൻ ഈ രണ്ടാമത്തെ കാര്യങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ദാറ്റ് ഈസ് 10 - 2 ചെയ്യുക, എന്ത് കിട്ടും, 8 എന്ന് കിട്ടും. അപ്പോൾ 8 ഡിഗ്രി ഫ്രീഡമേ ടോട്ടലി എനിക്ക് അവിടെ ഉള്ളൂ. ചുമ്മാ വെറുതെ നമ്മൾ 10 ഉണ്ട് എന്ന് പറഞ്ഞ് വെച്ചിട്ട് കാര്യമില്ല. കാരണം രണ്ടെണ്ണം ആൾറെഡി എന്ത് ചെയ്തു, കൺസ്ട്രെയിൻ വഴി റിമൂവ് ചെയ്യപ്പെട്ടു. ബാക്കി നമ്മൾ എന്ത് ചെയ്യാം, ബാക്കി എത്രയാണ് ഉള്ളത് അതിനെ മാത്രം എന്ത് ചെയ്യുക, ഇവിടെ എടുത്തു വെക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ എന്ത് പറയുക, ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ടോട്ടലി 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, പക്ഷേ k കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര ആയിട്ട് കുറയും എൻ്റെ ഫ്രീഡം, ദാറ്റ് ഈസ് 3n - k ആയിട്ട് കുറയും. ഓക്കെ, അപ്പോൾ ടോട്ടലി അവിടെയുള്ള ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ്, ദാറ്റ് ഈസ് 3n - k ടൈംസ് ആണ്. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ Q1 Q2 Q3 റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, Q1 ഒന്നാമത്തെ കോർഡിനേറ്റ്, രണ്ടാമത്തെ കോർഡിനേറ്റ് Q2 ആണ്, Q3 ഞാൻ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, നമ്മൾ Q1 Q2 Q3 എന്നാണ് കോർഡിനേറ്റിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ 3 ഇൻറ്റു n - k ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും എന്ത് ചെയ്യുന്നത് എനിക്ക് അവിടെ, അല്ലെങ്കിൽ അത്രയും കോർഡിനേറ്റ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻ ഇക്വേഷൻ അല്ലെങ്കിൽ പൊസിഷൻ കോർഡിനേറ്റുകൾ നമുക്ക് എന്തൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത് R1 ആണ് പൊസിഷൻ കോർഡിനേറ്റ്. ഓക്കെ, R1 പൊസിഷൻ കോർഡിനേറ്റ് വരാം, R2 വരാം. അപ്പോൾ അതുപോലെ R1 ഒന്നാമത്തെ പൊസിഷൻ കോർഡിനേറ്റിൽ വിച്ച് ഈസ് R1 ഇൻറ്റു Q1 Q2 Q3. ഓക്കെ, ഇത് പൊസിഷൻസ് ആണ്. ഈ Q1 Q2 Q3 പൊസിഷൻസ് ആണ്. ഓക്കെ, പൊസിഷൻസ് എക്സെട്ര Q ഇൻറ്റു 3n - k. ഇപ്പോൾ ഇത് മനസ്സിലായി. നമ്മൾ അടുത്ത പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവും എന്താണ് നമ്മളോട് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, -t എന്ന് വെച്ചാൽ ടൈം ആണ്. ഓക്കെ, പൊസിഷൻ എന്ന് വെച്ചാൽ R എന്ന് എന്താണ് പൊസിഷന്റെയും അല്ലെങ്കിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ് Qന്റെയും ടൈമിന്റെയും ഫംഗ്ഷൻ ആണ്. അടുത്ത പോലെ അതിനകത്ത് R2 എടുക്കുന്ന സമയത്ത് R2 അതെന്ത് ചെയ്യും, R2 വീണ്ടും എന്ത് ചെയ്യും, ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ വരും. എക്സെട്ര നമുക്ക് എന്ത് ചെയ്യാം, Rn ഡിഗ്രീസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും R എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റിൽ നിന്നും Q എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് R1 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ട്, ജനറൽ കോർഡിനേറ്റ്. ഇതിൽ നിന്നും നോർമൽ കോർഡിനേറ്റ്, അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, Q1 Q2 അതിന്റെയൊക്കെ ടേംസിലോട്ട് എന്ത് ചെയ്തു, അവിടെ കൺവേർട്ട് ചെയ്തു. ശരിക്കും എന്താണ് ഇത്, RL എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റിൽ നിന്നും, നമ്മൾ ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിലൊക്കെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നൊരു കണ്ടീഷൻ പഠിക്കും. അതായത് ഒന്നാമത്തെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു കോർഡിനേറ്റ് സിസ്റ്റത്തോട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ് ഇത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. അപ്പോൾ നമുക്കത് ഇപ്പോൾ ഇല്ല, MSc ലെവലിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, കണക്ഷൻ റിലേഷൻസ്, അതായത് രണ്ട് കോർഡിനേറ്റ് കണക്ഷൻ റിലേഷൻസ് ഒക്കെ അതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താണ്, RL എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റിൽ നിന്നും ഇതിന് എന്ത് ചെയ്യണം, ടു QL. ഓക്കെ, ആറിൽ നിന്ന് QL ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ റെപ്രസെന്റ് യൂസ് ചെയ്ത ലെറ്റർ ആണ് Q1 Q2 Q3. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ജനറലൈസ്ഡ് പൊസിഷൻ കോർഡിനേറ്റ്, Q1 ഒന്നാമത്തെ കോർഡിനേറ്റ്, Q2 രണ്ടാമത്തെ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ പൊസിഷൻ കോർഡിനേറ്റുകളല്ലേ. അപ്പോൾ പൊസിഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും, പൊസിഷൻ ഡെറിവേറ്റീവ് എടുത്താൽ എന്താണ്, അതവിടുത്തെ വെലോസിറ്റി ആണ്. അപ്പോൾ ജനറലൈസ്ഡ് പൊസിഷൻ കോർഡിനേറ്റിനെ Q എന്ന് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ Q1 എന്നോ അങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അതിന്റെ വെലോസിറ്റി, അതായത് ജനറലൈസ്ഡ് വെലോസിറ്റി കോർഡിനേറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, നമ്മൾ അതിനെ Q1 എന്നും Q1 ഡോട്ട് എന്നും Q2 ഡോട്ട് എന്നും ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ Q എന്ന് പറയുന്ന അവിടുത്തെ പൊസിഷൻ, ഇറ്റ് ഈസ് ദ ജനറലൈസ്ഡ് പൊസിഷൻ ആണ്. Q1 ഡോട്ട് Q2 ഡോട്ട് എന്ന് പറയുന്ന അവിടുത്തെ ജനറലൈസ്ഡ് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ നമുക്ക് നോക്കേണ്ട ഈ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കറക്റ്റ് ആയിട്ട് അവിടെ നോക്കുക. ഇതിൽ നമുക്കിനി നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്, ദെൻ വരുന്ന ഡി-എൽബസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ശരിക്കും കറക്റ്റ് ഒരു ലഗ്രാഞ്ചിയൻ ഇക്വേഷനിലോട്ട് പോകണമെങ്കിൽ ലഗ്രാഞ്ചിയൻ ഇക്വേഷന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന ഡി-എൽബസ് പ്രിൻസിപ്പിൾ ഒക്കെയാണ്. ഓക്കെ, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ലഗ്രാഞ്ചിയൻ മെത്തേഡിലോട്ട് പോകാനായിട്ട്. ഓക്കെ, ലഗ്രാഞ്ചിയൻ ഇക്വേഷൻസ് ഉണ്ട്. ഒരു സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ എന്ന് സിമ്പിൾ ടേംസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ ന്യൂട്ടണിയൻ കൺസെപ്റ്റില് ഡയറക്ഷൻ ബേസ്ഡ് ആണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താണ്, ഇത് മാഗ്നിറ്റ്യൂഡ് ബേസ്ഡ് അല്ലെങ്കിൽ എനർജി ഡിഫറൻസ് ബേസ്ഡ് ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഒരു സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇത് സിമ്പിൾ ടേംസ് ആണ്. നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോഴൊന്നും നമുക്ക് ഇത് ആവശ്യം വരത്തില്ല, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുന്ന ആവശ്യം വരില്ല. പക്ഷെ ഒരു കൺസെപ്റ്റ് ആണ് ഈ പറയുന്നത്. അതായത് ലഗ്രാഞ്ചിയൻ ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, കൈനറ്റിക് എനർജിയുടെയും, ടി എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി, കെയുടെയും യു എന്താണ് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ എന്താണ് ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്, ലഗ്രാഞ്ചിയൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഹാമിൽട്ടോണിയൻ അടുത്ത ചാപ്റ്റർ ആണ്. ഹാമിൽട്ടൺ ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ദ കൈനറ്റിക് എനർജി. ഓക്കെ, ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഡിഫറൻസും, ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എന്താണ്,
ഇറ്റ് ഈസ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഓക്കെ, സോ നമുക്ക് വിർച്വൽ വർക്ക് ഡൺ എന്താണ്, DLMS പ്രിൻസിപ്പിൾ എന്താണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.